ഒഴിവായപ്പ ഒരു നിയമം വെച്ച അതെല്ലാവർക്കും ഒരുപോലെ വേണം, പക്ഷഭേദം പാടില്ല. ഒരു നിയമം വെച്ചാൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ, അത് വ്യത്യസ്ത ആളുകളാകുമ്പോൾ അതിന് വ്യത്യാസമൊന്നും വരാൻ പാടില്ല. ബിഗ് ബോസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിബിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കി. സിബിൻ ഒരു വൃത്തികെട്ട ചേഷ്ട അല്ലെങ്കിൽ ആംഗ്യം ജാസ്മിനെ നേരെ കാണിച്ചു എന്നുള്ളതായിരുന്നു ഒഫൻസ്. ഓക്കെ, നല്ല കാര്യം. നമ്മൾ ബിഗ് ബോസ് എന്നുള്ള ഷോ കുട്ടികളും വലിയവരും എല്ലാവരും എല്ലാ പ്രായത്തിലുള്ള ആളുകളും കാണുന്ന ഒരു ഷോയാണ്. അതിൽ നമ്മൾ ഈ മാതിരി ചേഷ്ടകളോ അല്ലെങ്കിൽ വൃത്തികെട്ട വാക്കുകളോ ചീത്ത വാക്കുകളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ തന്നെയാണ്. കറക്റ്റ്, നല്ല ഡിസിഷൻ. പക്ഷേ ഈ സിബിനെ ശിക്ഷിക്കുമ്പോൾ അതുപോലെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്ത മറ്റു പല ആളുകളും അവിടെയുണ്ട്. അവർക്കൊന്നും ഈ ശിക്ഷ ബാധകമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ജാസ്മിൻ ജയിലിൽ പോയതിന് ശേഷവും ആ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ജാസ്മിനും ഗബ്രിയും കൂടി എന്തൊക്കെയാണ് കാണിച്ചിരുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ ക്യാപ്റ്റൻ പോകുമ്പോഴും ക്യാപ്റ്റൻ പറയുമ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ ക്യാപ്റ്റനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനുശേഷം ആ ജയിലിൽ നിന്നുകൊണ്ട് ഒരു ശിക്ഷ കിട്ടിയിട്ടാണ് നമ്മൾ ജയിലിൽ പോയിരിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം. ആ സമയത്ത് തന്നെ ഇനി എന്ത് ശിക്ഷിക്കാൻ, മാക്സിമം ശിക്ഷ ജയിലല്ലേ എന്നുള്ള രീതിയിൽ ക്യാപ്റ്റനെയും അവിടെ ഇരിക്കുന്ന ആളുകളെയും എല്ലാവരെയും അവർ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആക്ഷേപിച്ചിട്ടുള്ളത്. പിന്നെ ഗബ്രിയുമായി കെട്ടിപ്പിടിക്കുന്നു, ക്യാപ്റ്റനെ അധിക്ഷേപിക്കുന്നു. ഇതൊക്കെ ശിക്ഷിക്കത്തക്ക വിധമുള്ളൊരു കാരണം തന്നെയാണ്. ഇതിനും വേണം ശിക്ഷ. അതിന് കൊടുക്കാമെങ്കിൽ ഒരു ആംഗ്യം കാണിച്ചിട്ട്, അല്ലെങ്കിൽ സിബിൻ കാണിച്ചത് ഒരു സോഫയിൽ ഇടിക്കുന്ന രീതിയിലുള്ള ഒരു ആക്ഷനാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ കാണാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ലാലേട്ടനും സിബിനും രണ്ടുപേരും പറഞ്ഞത്. അപ്പോൾ ആ ഒരു ശിക്ഷയ്ക്ക് പവർ ടീമിൽ നിന്ന് പുറത്താക്കി, ഗെയിമിൽ നിന്ന് ആക്ടിവിറ്റിയിൽ നിന്ന് പുറത്താക്കി, അങ്ങനെയുള്ള ശിക്ഷ കൊടുക്കാച്ചെങ്കിൽ ജാസ്മിനും എന്തായാലും തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒന്നും കണ്ടില്ല. അപ്പോൾ ജാസ്മിൻ എന്നല്ല, ഏതൊരു വ്യക്തിയാണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവരുടെ റൂളിനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ശിക്ഷിച്ച് മാതൃകയാക്കി കാണിക്കുക തന്നെ വേണം. ഒരാളെ ശിക്ഷിക്കുക, മറ്റൊരാളെ ഇതിനെ തുടർന്ന് മുടിയൻ ഇതിനെ ചോദിക്കുകയും ലാലേട്ടനോട് ചോദിക്കുകയും ചെയ്തു. ഈ സിബിനെ ഇങ്ങനെ ശിക്ഷിച്ചു, ഓക്കെ, നല്ല കാര്യം, നമ്മളത് ചെയ്യണം, ശിക്ഷ കൊടുക്കണം. പക്ഷേ ഒരുപാട് പേർ ആംഗ്യങ്ങൾ മാത്രമല്ല വർത്തമാനത്തിൽ കൂടി വൃത്തികെട്ട വാക്കുകൾ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അവർക്കൊന്നും പ്രത്യേകിച്ച് ശിക്ഷയൊന്നും കൊടുത്ത് കണ്ടില്ല എന്ന് ഇൻഡയറക്റ്റ്ലി മുടിയൻ ലാലേട്ടനോട് പറയുകയും ഉണ്ടായി. അപ്പോൾ ന്യായമായുള്ള രീതിയിൽ എല്ലാവർക്കുമെതിരെ, തെറ്റ് ചെയ്ത എല്ലാവർക്കുമെതിരെ ഒരേ തരത്തിലുള്ള നടപടിയായിരിക്കണം ബിഗ് ബോസ് എടുക്കേണ്ടത് എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പാകപ്പഴയാണ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ. ചില ആളുകൾക്ക് കൂടി ശിക്ഷ വേണം, തെറ്റുകൾ ചെയ്യുമ്പോൾ മാത്രം.